ഭദ്രം പശ്യേമാക്ഷഭിർജത്രാः സ്ഥിരൈരംഗൈസ്തുഷ്ടുവാം സ്വസ്തനൂർവിഷേമഹിതം ദദായു. ഓം സ്വസ്തി ന ഇന്ദ്രോ വൃദ്ധശ്രവാः സ്വസ്തി നഃ പൂഷാ വിശ്വവേദാः സ്വസ്തി നസ്താക്ഷ്യോ അരിഷ്ടനേമിः സ്വസ്തി നോ ബൃഹസ്പതിർദധാതു. ഓം ശാന്തി ശാന്തി ശാന്തി. ഓം പ്രജ്ഞാനാം ശുപ്രധാനൈः സ്ഥിരതരനികരവ്യാപിഭിർവ്യാപ്യ ലോകാൻ ഭുക്ത്വാ ഭോഗാൻ സ്ഥവിഷ്ഠാൻ പുനരവിധിഷണോദ്ഭാസിതാൻ കാമജന്യാൻ പീത്വാ സർവാൻ വിശേഷാൻ സ്വവിലിമധുരവും മായയാ ഭോജയനോ മായാസംഖ്യാതുരീയം പരമാമൃതമജം ബ്രഹ്മയത്തന്നതോസ്മി. യോ വിശ്വാത്മാ വിധിജവിഷയാൻ ഗ്രാഹ്യ ഭോഗാൻ സ്ഥവിഷ്ഠാൻ പശ്ചാച്ചാന്യാൻ സ്വമതിവിഭവാൻ ജ്യോതിഷാ സ്വേന സൂക്ഷ്മാൻ സർവാനേതാൻ പുനരവിജനൈः സ്വാത്മനി സ്ഥാപയിത്വാ ഹിത്വാ സർവാൻ വിശേഷാൻ വിഗതഗുണഗണഃ പത്വസോ നസ്തുരീയ. സംബന്ധ ഭാഷ നമ്മൾ വായിച്ചു കഴിഞ്ഞു കഴിഞ്ഞ ദിവസം. ഓമിത്യേതദക്ഷരമിദം സർവം തസ്യോപവ്യാഖ്യാനം ഭൂതം ഭവത് ഭവിഷ്യതി സർവമോങ്കാരേവ യച്ഛന്യത്രികാലാതീതം തദപ്യോങ്കാരേവ. നിങ്ങൾക്ക് വേണ്ടി വായിക്കണ്ടാവും, വേണ്ടി വായിക്കും പുസ്തകമില്ല എന്നിട്ട്. ഓം ഇതി ഏതത് അക്ഷരം ഇദം സർവം തസ്യ ഉപവ്യാഖ്യാനം ഭൂതം ഭവത് ഭവിഷ്യത് ഇതി സർവം ഓംകാര ഏവ യഥേച്ഛാന്യ ത്രികാലാതീതം തദപി തത് അപി ഓംകാര ഏവ. സർവസ്വം ഓംകാരമാണെന്നാണ് പ്രതിജ്ഞ. ഓം ഇതി ഏതത് അക്ഷരമിദം സർവം. ഓമിത്യേതത് അക്ഷരമിദം സർവം. ഓം ഇതി ഏതത് അക്ഷരം ഇദം സർവം. ഇതിനെയാണല്ലോ വ്യാഖ്യാനിക്കുന്നത്. തസ്യ ഉപവ്യാഖ്യാനം. ഇതിനെയാണ് വ്യാഖ്യാനിക്കാൻ പോകുന്ന ഉപനിഷത്ത്. അപ്പം ഓം ഒരു പദം, ഏതത് അക്ഷരം ഒരു പദം, സർവം ഇദം സർവം ഒരു പദം, മൂന്നാണ്. ഓം ഇതി ഏതദക്ഷരം. ഓം എന്നുള്ളത് വേദത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പദമാണ് ഓം. ഓം നമ്മൾ ഈ നേരത്തെ പഠിച്ചിട്ടുള്ളത് ഏത് ഉപനിഷത്തിൽ? ചാന്ദ്രത്തെ പഠിച്ചിട്ടുള്ള ഒരു കഥയല്ല, ഒരു വിവരണം. സൃഷ്ടിയെല്ലാം കഴിഞ്ഞ് പ്രജാപതി ഇതിൻ്റെ സാരം എന്താണെന്ന് അന്വേഷിച്ച് തപസ് ചെയ്തു. അഭ്യതപതെന്ന്, അതായത് വളരെ കഠിനമായിട്ട് തപസ് ചെയ്തു, എന്താണ് പ്രപഞ്ചത്തിൻ്റെ സാരം. അങ്ങനെ കുറേ തപസ് ചെയ്തപ്പോൾ അദ്ദേഹത്തിന് മൂന്ന് വേദങ്ങളാണ് ഇതിൻ്റെ സാരം എന്ന് മനസ്സിൽ തെളിഞ്ഞു, ദർശിച്ചു. അപ്പോൾ തൃപ്തിയായില്ല, മൂന്നെണ്ണായില്ല. അപ്പോൾ വീണ്ടും തപസ് ചെയ്തു. ആ കഠിന തപസ്സിലുണ്ട് വ്യാകൃതികൾ പൂർവസ്വഹ എന്ന് മനസ്സിൽ തെളിഞ്ഞു വന്നു. അതും തൃപ്തിയാകാതെ വീണ്ടും തപസ് ചെയ്തു. അപ്പം ഓം എന്ന് അദ്ദേഹം ദർശിച്ചു.
ഈ പ്രപഞ്ചത്തിൻ്റെ സാരം എന്താണ് എന്ന് ചോദിച്ചാൽ ഓം എന്നുള്ളതാണ്. അപ്പോൾ അത്ര ഈ ഉപനിഷത്തിൽ അല്ല ഈ കഥ ഈ കർമ്മങ്ങളാണെങ്കിലും ജ്ഞാന ഭാഗമാണെങ്കിലും എവിടെ ആണെങ്കിലും ഓം ചേർക്കാതൊന്നുമില്ല. എല്ലാം ഓം ചേർക്കാം. മന്ത്രമാണെങ്കിലും മന്ത്രത്തിൻ്റെ ശിരസാണ് ഓം എന്നാണ്. എല്ലാത്തിലും ഓം ഇത്ര പ്രാധാന്യമുള്ളതാണ് ഓം എന്നുള്ള ഒരക്ഷരം. ഓം എന്നുള്ളതിന് ഈ ഓം എന്നുള്ളത് പേരാണല്ലോ, അഭിധാനം പേരാണ്. എന്തിൻ്റെ പേരാണ്? അക്ഷരത്തിൻ്റെ പേരാണ്. അക്ഷരം എന്ന് പറഞ്ഞാൽ ഒരിക്കലും ക്ഷയിക്കാത്തത്, നശിക്കാത്തതെന്നർത്ഥം. ഈ ഈ അക്ഷരം എന്ന് പറയുമ്പം ഏതാണ്? ആ മുതൽ ഹാ വരെയുള്ളതല്ലേ അക്ഷരം. അപ്പോൾ ഈ അക്ഷരം ക്ഷരതി ആ മുതൽ ഹാ വരെയുള്ള അക്ഷരം എന്ന് പറയുമ്പോൾ അഹം എന്നുള്ളത്. അപ്പം അഹം എന്നുള്ളതിലെല്ലാം ഉൾക്കൊള്ളുന്നു. അഹം എന്നുള്ളതിൻ്റെ അർത്ഥം ഹാ വരെ അഹം. അഹം എന്നുള്ളതിന് ഒരിക്കലും നശിക്കാത്തതെന്നും ഒന്നിനെയും ത്യജിക്കാത്തത്, അതായത് സർവത്ര വ്യാപിച്ചത്. ഞാനില്ലാതെ ഒരെണ്ണം നമ്മൾ അറിയുന്നില്ല. അറിയപ്പെടുക എന്ന് പറഞ്ഞാൽ അത് അറിയുന്ന ആളല്ലേ അറിയുന്നത്. അപ്പോൾ അത് എല്ലാറ്റിനെയും വ്യാപിച്ചിരിക്കുന്നു. അതൊരിക്കലും നശിക്കുന്നില്ല എന്നുള്ളതാണ് അഹം. ആ അഹം ആണ് ഇതിൻ്റെ അക്ഷരം എന്നുള്ളതിൻ്റെ നമുക്കറിയാവുന്നവരാണ്. നമുക്ക് ഒരു അഹമെന്ന് എല്ലാവർക്കും അനുഭവമാണല്ലോ. ശരിക്കും അഹം നമ്മുടെ ഹൃദയത്തിൽ ഇങ്ങനെ എപ്പോഴും ഒരു അറിവ് പ്രകാശിക്കുന്നു. അത് നമ്മുടെ അന്ധകരണത്തിൽ കൂടി വരുന്നത് കൊണ്ടാണ് അഹം നമ്മൾ അറിയുന്നത്, ഞാനെന്ന് അറിയുന്നത്. ഇല്ലെങ്കിൽ അത് അറിയുന്നില്ല, ഉറക്കത്തിൽ നമ്മൾ അറിയുന്നില്ലല്ലോ. അഹം പക്ഷേ പ്രകാശിക്കുന്നു. അത് ഈ അന്ധകരണത്തിലൊന്നും ഒരു വിഷയവും അനുഭവപ്പെടുന്നില്ല എന്നുള്ള ഒരു അറിവിനെ പ്രകാശിപ്പിക്കുന്നുണ്ട്. അഹം ഉണ്ട്, അഹം പ്രകാശിപ്പിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാം. പക്ഷേ അഹം എന്നുള്ളത് വ്യക്തമായിട്ട് നമ്മളിപ്പോൾ അറിയുന്ന പോലെ ഞാനിത് ചെയ്തു ഇങ്ങനെ അഹങ്കാരവൃത്തി വരണം. അപ്പോഴാണ് ഞാൻ ചെയ്തു. അത് ശരിക്കും അഹങ്കാരവൃത്തിയാണ്, സാക്ഷിവൃത്തിയല്ല. ഞാൻ ചെയ്യുന്നു എന്ന് പറയുന്നത്. എൻ്റെ അക്ഷരം, അങ്ങനെയുള്ള അക്ഷരം ആണ് ഓം എന്നുള്ളതിൻ്റെ അഭിധേയം. അതിൻ്റെ വാചകം, വാച്യം. ഓം വാചകം, ഓം അക്ഷരം വാച്യം. അങ്ങനെയുള്ള അക്ഷരൻ ആണ് ഇതം സർവം. ആ അക്ഷരനാണ് ഇതം സർവം. അതായത് ഇതം സർവം എന്ന് പറഞ്ഞുകൊണ്ട് ഇതം പ്രപഞ്ചത്തെ കുറിക്കുന്നു, ജാഗ്രതത്തിനെ കുറിക്കുന്ന പദമാണ് ഇതം. നമുക്ക് രണ്ടനുഭവമാണ്. ഒന്ന് അഹം എന്നൊരനുഭവം, ഒരു ഇതം എന്നൊരനുഭവം. അഹം ഞാൻ പറയുന്നത്. ഇതം എന്ന് പറയുന്ന അറിയപ്പെടുന്ന വസ്തു, എല്ലാം അറിയപ്പെടുന്ന വസ്തു എല്ലാം ഇതമാണ്. അപ്പോൾ എല്ലാവരും അന്വേഷിക്കുന്ന ഇതത്തെയാണല്ലോ കണ്ടുപിടിക്കാൻ. ഈ ഭൗതിക ദൃഷ്ടിയിലാണേലും ആധ്യാത്മിക ദൃഷ്ടിയിലാണേലും അന്വേഷിക്കുന്നത് മുഴുവനും ഈ ഇതം എന്താണെന്ന്. അപ്പോൾ ഇതം കണ്ടുപിടിച്ചു. ഈ അനേക പരീക്ഷണങ്ങളിൽ കൂടെ ബഹിർമുഖമായി വെളിയിലുള്ള ഉപകരണങ്ങൾ കൊണ്ട് പല പരീക്ഷണങ്ങളും ചെയ്ത് പലതും കണ്ടുപിടിച്ചു. പല വലിയ ഇപ്പം ഏറ്റവും ഒടുവിൽ വന്ന AI വരെ കണ്ടുപിടിച്ചു. നമുക്ക് ബുദ്ധി പോലും വേണ്ട, അത് ചെയ്തു. ആ ഇതം എന്നുള്ളതിനെ അതിനെ പിന്നെ ഭൗതിക ബഹിർമുഖമായിട്ട് ചിന്തിച്ച് അതിനെ ഒരു തപസ് തന്നെയാണ്. ഏകാഗ്രമായി ചിന്തിക്കുക എന്നുള്ളതാണല്ലോ തപസ്സെന്ന് പറയുന്നത്. മനസ്സസ്ഥേന്ദ്രിയാണ് ഏകാഗ്രം പരമന്തപ. ഏറ്റവും വലിയ തപസ് എന്ന് പറയുന്നത് അതാണ്, മനസ്സിൻ്റെയും ഇന്ദ്രിയങ്ങളുടെയും ഏകാഗ്രത. അങ്ങനെയാണല്ലോ ഇവരിതൊക്കെ കണ്ടുപിടിക്കുന്നത്. നല്ലപോലെ പിന്നെ ചിന്തിച്ചാണ് ഓരോ ചിന്തിച്ചും പരീക്ഷിച്ചും അതൊക്കെ ഭൗതികമാണെന്നേ ഉള്ളൂ. ഇതം എന്നുള്ളതിന് അധിഷ്ഠാനം എന്താണെന്ന് അവർ ചിന്തിക്കുന്നില്ല. അപ്പം അങ്ങനെ ചിന്തിക്കാത്തപ്പോഴാണ് നമ്മുടെ ദർശനങ്ങളൊക്കെ ഉണ്ടായിരിക്കുന്നത്. ദർശനം ഇപ്പോൾ ആദ്യം വന്നാൾ പറഞ്ഞു ഇതൊക്കെ ഉള്ളൂ സത്യം, അല്ലേ ഈ കാണുന്നതൊക്കെയാണ് സത്യം, ഇതിൻ്റെ അപ്പുറമൊന്നുമില്ല, ചത്തുപോയാൽ പിന്നെ എന്താണ്, ആ ശരീരം കൊണ്ട് എന്ത് ചെയ്യുക, ഭസ്മാക്കിയില്ലേ.
പിന്നെ അതിനെന്താണ് നിലനിൽപ്പെന്നല്ല ഒരു കൂട്ടർ പറഞ്ഞു. അപ്പോൾ പിന്നെ ജൈനര് ഒന്നും പറഞ്ഞാൽ അത് ശരിയല്ല, എന്തൊക്കെയുണ്ട് അതിനപ്പുറം എന്താന്ന് അങ്ങോട്ട് കണ്ടുപിടിച്ചില്ല. പിന്നെ വന്നാണ് ഏറ്റവും യുക്തിയുക്തമായ വാദങ്ങളാണ് ഈ ബൗദ്ധമതത്തിനുള്ളത്. ബൗദ്ധമതത്തിന് ഒരുപാട് കണ്ടിച്ചൊന്നുമില്ല. അത് സംബന്ധിച്ച് ശാന്തി ഭാസുകളും ആ ദർശനങ്ങളെ പറ്റി ദർശനങ്ങളല്ലേ ഈ പറയുന്നത്. കുറെയൊക്കെ പറയാം ഇടയ്ക്ക്, അല്ലാതെ അതായിട്ട് പഠിച്ചിട്ട് ബൗദ്ധ ദർശനമായിട്ട് പഠിച്ചിട്ട്. ക്ഷണീയ വിജ്ഞാനവാദം, ശൂന്യവാദം. ഒരു വാദം ഈ പ്രപഞ്ചമുണ്ട്, അതൊക്കെ വെളിയിലാണെന്നും അകത്തില്ല എന്നൊരു കൂട്ടരുടെ വാദം. ഒരു കൂട്ടരെല്ലാം അകത്താണ്, പുറത്ത് യാതൊന്നുമില്ല എന്നുള്ള വാദം. 4 എണ്ണം ഉണ്ട്, 4 ബൗദ്ധിക ദർശനങ്ങൾ, ബൗദ്ധ ദർശനങ്ങൾ. ഏതൊക്കെ? വൈഭാഷികം, യൗകികം, സൗത്രാന്തികം, മാധ്യമീകരണം. 4 സിദ്ധാന്തമാണ്, 4 പേരുടെ 4. അത് ശങ്കരാചാര്യ ഭാഷ്യത്തിൽ പറയുന്നു. എല്ലാം വളരെ യുക്തിയുള്ളത്, ഏറ്റവും യുക്തിയുള്ളത്. നല്ല നല്ല യുക്തിയാണ്. ബൗദ്ധ ദർശനത്തിനാണ് ഏറ്റവും ഖണ്ഡിച്ചിട്ടുള്ളത്, കാരണം അതിലാണ് വളരെ യുക്തിയുള്ളത്. അപ്പോൾ ഈ ബൗദ്ധനസിലെ ശൂന്യവാദികളൊന്നുമേ ഇല്ല എന്ന് പറയുന്നു. അപ്പോൾ അതുപോലെ ഈ ക്ഷണീയ വിജ്ഞാനവാദികൾ, ഒരു വിജ്ഞാനം വന്നു അത് നശിച്ചു, അടുത്ത വിജ്ഞാനം വന്നു. ഇപ്പം ഞാനൊരു പുസ്തകം വായിക്കുന്നത് ഞാനെന്നൊരു അത് നശിച്ചു, പുസ്തകം എന്നൊരു അറിവ് അത് നശിച്ചു, അതിലുള്ള വിഷയങ്ങൾ എന്നൊരു അറിവ് വന്നു അത് നശിച്ചു, ഇങ്ങനെ ഞാൻ പറയുന്നു എന്നൊരു അറിവ് വന്നു അത് നശിച്ചു. ഇങ്ങനെ ക്ഷണീയ വിജ്ഞാനം, ക്ഷണികമായിട്ട് ഓരോ വിജ്ഞാനം വന്ന് നശിക്കുന്നതാണ് എന്നാണ് ക്ഷണീയ വിജ്ഞാനവാദികൾ. അപ്പോൾ അതൊരു സ്വാമി ചോദിക്കും, ഇപ്പം ഞാനെന്നൊരറിവ് വന്നു, കുറച്ച് കഴിഞ്ഞപ്പോൾ ഞാൻ എഴുന്നേറ്റ് പോയി എന്നൊരറിവ് വന്നു. അപ്പോൾ ഈ ഇയാളങ്ങ് എത്തുപോയെങ്കിൽ പിന്നെ അങ്ങനെ അറിയുന്നേ മരിച്ചു പോയാണ്. ക്ഷണീയ വിജ്ഞാനമാണെങ്കിൽ അത് ഒരു അധിഷ്ഠാനമില്ലാതെ തുടർന്നു പോകത്തില്ല. അതാണ് അവർക്ക് അത്രയും കുഴപ്പമുള്ളൂ. അധിഷ്ഠാനത്തെ അവർ മനസ്സിലാക്കുന്നില്ല. ഇങ്ങനെയെല്ലാം പിന്നെ അത് ബൗദ്ധമതം വന്നു. പിന്നെ ഇതെല്ലാം തെറ്റാണ്. ഇത്രയും നാസ്തിക മതങ്ങൾ, അതായത് നാസ്തികം എന്ന് പറഞ്ഞാൽ ഇതിനെ അംഗീകരിച്ചിട്ടില്ല, ഈ ശ്രുതിയെ അംഗീകരിച്ചിട്ടില്ല പ്രമാണമായിട്ട്. അതാണ് നാസ്തിക മതം. പിന്നെ നാസ്തിക മതങ്ങൾ ആദ്യമുള്ളത് ന്യായം പറയുന്ന ഇതൊക്കെ തെറ്റാണ്. ആകെ 7 സത്വപദാർത്ഥങ്ങൾ അതിനെ കൊണ്ടുണ്ടാക്കിയിരിക്കുന്നതാണ് പ്രപഞ്ചം. 24 ഗുണങ്ങളുണ്ട്, അതിലൊന്നാണ് ഈ ആത്മാവെന്ന് പറയുന്നത്. അപ്പം അങ്ങനെയാണ് അവരുടെ വാദം. അടുത്ത ആള് അതിനെ ഖണ്ഡിച്ചു. ആത്മാവെന്നൊരു ഗുണമാണെന്നാണ് അവരുടെ പക്ഷം. അപ്പം 4 ഭൂതങ്ങളാണ്. അപ്പം വൈശേഷികം പറഞ്ഞു 4 അല്ല 5 ഭൂതം. അപ്പം ഇതെല്ലാം കഴിഞ്ഞപ്പം പറഞ്ഞു ഇതെല്ലാം പറയുന്ന എല്ലാം തെറ്റാണ്. അടുത്ത 2 എണ്ണമേ ഉള്ളൂ പ്രപഞ്ചത്തിൽ പദാർത്ഥങ്ങൾ. ഒന്ന് പുരുഷൻ, ഒന്ന് പ്രകൃതി. പ്രകൃതി ജഡമാണ്, പുരുഷൻ ചേതനം. അത് സാഖ്യ ദർശനം. ഇവര് ഈ പുരുഷനൊന്നും നിസ്സംഗനാണ് വാസ്തവത്തിൽ. പക്ഷെ പുരുഷന്റെ സാന്നിധ്യത്തിൽ പ്രകൃതി പ്രപഞ്ചമായിട്ട് വരണമെങ്കിൽ പുരുഷൻ അനുഭവിക്കുന്നതിന് ഭോഗം അനുഭവിക്കും. അപ്പൊ ഈ അങ്ങനെ ഭോഗങ്ങളൊക്കെ അനുഭവിച്ചപ്പോഴാണോ ഈ പുരുഷന് താനിതിലൊന്നും പെട്ടതല്ല, താൻ നിസ്സംഗനാണ് എന്ന് അറിയുന്നത്. അദ്ദേഹം തപസ്സുകൊണ്ടും ചിന്തിച്ചും ഒക്കെ തപസ് തന്നെയാണ് ചിന്ത അറിയുന്നത്. അപ്പോഴാണ് ഈ പ്രകൃതിയിൽ നിന്ന് വിട്ടുപോകും. അതാണ് ഇവരുടെ മോക്ഷം. പ്രകൃതി പുരുഷൻ ആ പുരുഷൻ ബദ്ധനല്ല. പിന്നെ അപ്പോൾ അനേക പുരുഷന്മാരെ അംഗീകരിക്കുന്നു ഈ സാഖ്യ. പുരുഷൻ അനേകം. യോഗി പറഞ്ഞു ഇത് ശരിയല്ല, അനേക പുരുഷന്മാർ കൂടി ഇവർക്കൊരു നിയന്താവില്ലാതെ ശരിയാകത്തില്ലല്ലോ. യോഗി പറഞ്ഞു ഈശ്വരൻ എന്നൊരു നിയന്താവുണ്ട് ഇതിനെല്ലാം. അതിനെ അറിയണമെങ്കിൽ നല്ലപോലെ തപസ് ചെയ്ത് മനോനിരോധം കൊണ്ട് പുരുഷനെ അറിയുമ്പോൾ മുക്തനാകും.
ഈ ഉത്തരമീമാംസ പൂർവമീമാംസ എന്നു പറഞ്ഞു ഇതൊന്നും അല്ല വേണ്ടത്. ജീവിതത്തിൽ നല്ലപോലെ കർമ്മങ്ങൾ ചെയ്യുന്നു. ഒരുപാട് കർമ്മമുണ്ട് പറഞ്ഞിട്ടുണ്ട്. ആ കർമ്മങ്ങളൊക്കെ അപ്പൊ ചെയ്യും. അവര് ശുദ്ധിയെ അംഗീകരിച്ചു അതൊക്കെ. അതായത് സാഖ്യമുണ്ട്, ന്യായം ന്യായം പോലെ ശ്രുതി, അതാണ് ആസ്തിക ദർശനങ്ങൾ. കർമ്മമൊക്കെ ചെയ്ത് വലിയ പുണ്യം ചെയ്തിട്ട് പുണ്യലോകത്തിൽ പോയി പുണ്യം അനുഭവിക്കുന്നതാണ് പുരുഷന്റെ ലക്ഷ്യം. അതാണ് നമുക്ക് സാധിക്കേണ്ടതെന്ന് അവർ പറഞ്ഞു. പിന്നെ വന്ന ആൾ പറഞ്ഞു, ഞങ്ങൾക്കൊരു സിദ്ധാന്തമുണ്ട്, വേറെ ആരെയും ഞങ്ങൾ ഇതൊന്നും തെറ്റാന്ന് ഞങ്ങൾ പറയുന്നില്ലേ, അത് തെറ്റുപോലും ശരി പോലും സത്യം ഇതാണ്, അദ്വൈത ദർശനമാണ് ശരി എന്ന് അദ്വൈതി പറഞ്ഞു. അപ്പൊ അദ്വൈതത്തെ അതാണ് ഇതം സർവം. ഇതം സർവം എന്നുള്ളതിനെ ഒരുപാട് പരിശോധിച്ച് ഇത് അണുക്കളാണെന്നും ഇത് പുരുഷനും പ്രകൃതിയും രണ്ടെണ്ണമേ ഉള്ളൂ എന്നും ഇങ്ങനെ ഒരുപാട് ഇപ്പം നമ്മൾ പറഞ്ഞല്ലോ, പല ഈ ചാർവാകൻ മുതൽ അനേക സിദ്ധാന്തങ്ങൾ കൊണ്ടുവന്നു. ഇതെല്ലാം കഴിഞ്ഞാണ് അദ്വൈതം. ഇതൊന്നും ശരിയല്ല, അദ്വൈതമാണ് ശരി. ഈ പറയുന്നതൊക്കെ ദ്വൈത ഭാഷയിലാണ്, എല്ലാം ദ്വൈതമാണ്. അപ്പൊ ദ്വൈതത്തിൽ കിടന്ന് ദ്വൈതത്തിൽ ഇങ്ങനെ നിങ്ങൾ ഓരോ അഭിപ്രായങ്ങൾ പറയുകയും ഖണ്ഡിക്കുകയും എല്ലാം ചെയ്യുമ്പോഴും ഇതിനെല്ലാം അധിഷ്ഠാനമായിട്ട് ഇതിനെല്ലാം നിലനിൽപ്പ് കൊടുക്കുന്ന ഒരു അധിഷ്ഠാന വസ്തുവുണ്ട്, ഒരു ചേതൻ വസ്തുവുണ്ട്. ആ ചൈതന്യമാണ് സത്യം. അതിലാണ് ഇതെല്ലാം നടക്കുന്നത്. അപ്പം അത് വാസ്തവത്തിൽ നടക്കുക സത്യമല്ല. കാരണം ഒന്നുണ്ടായി പോയി അങ്ങനെയാണല്ലോ, സത്യമായിട്ടിരിക്കുന്നില്ല. അപ്പം സ്ഥിരമായി സത്യമായിട്ടിരിക്കുന്നത് ഈ അധിഷ്ഠാനം മാത്രമാണ്. അതാണ് സത്യം. അത് സജാതീയ വിജാതീയ സ്വഗത ഭേദമില്ലാത്തതാണ്. അപ്പൊ പിന്നെ ഇതിന് ഈ പറഞ്ഞതിനൊന്നും നിലനിൽപ്പില്ല. അപ്പൊ അതെല്ലാം ഇതിൽ ഒരു സർപ്പം എന്ന പോലെ വെറും മിഥ്യയാണ്, സത്യമല്ല, ഇതാണ് സത്യം എന്ന് വേദാന്തി സ്ഥാപിച്ചിട്ടാണ് പറഞ്ഞത്. ഓമിതി ഏതത് അക്ഷരം ഇതം സർവം, ഇതം സർവം ഏതത് അക്ഷരം. ഈ അക്ഷരമാണ്. ഈ അക്ഷരം എന്നുള്ളതിനെ നമ്മളെ ആകാശോപാധീയനായ ചൈതന്യമാണ്. അപ്പൊ ആകാശം ഉപാധിയായിട്ടുള്ളത്, അതായത് ഈ പ്രപഞ്ച സൃഷ്ടിക്ക് മുൻപ്, പ്രപഞ്ചമായി പരിണമിക്കുന്നതിന് മുൻപൊരവസ്ഥയുണ്ട്. ആ ഗുണങ്ങൾക്കൊരു ഇത് വരുമ്പോഴാണല്ലോ, ഒരു പരിണാമം വരുമ്പോഴാണല്ലോ ആകാശമുണ്ട്. ആ ആകാശം ഉപാധിയായിട്ട് സ്വീകരിച്ചിരിക്കുന്ന ചൈതന്യമാണ് അക്ഷരം എന്ന് നമ്മൾ ബൃഹദാരണ്യത്തിൽ പഠിച്ചിട്ടുണ്ട്. അപ്പം ആ അക്ഷരനാണ് അതാണ് ഓം. ഓം എന്നുള്ളതിന് ഈ അക്ഷരന് ഇത് ഓം എന്ന് പറയുമ്പോഴും അതിൻ്റെ ലക്ഷ്യം ഈ നിർവികൽപ്പ ജ്ഞാനമാണെങ്കിലും ഇവിടെ വരുമ്പം കുറെ ഉപാധികളുണ്ട്. ഈ ഉപാധിയെല്ലാം അതിൽ പ്രാണരൂപത്തിലിരിക്കുകയാണ്. ഈ അക്ഷരം എന്നുള്ളതിൽ എല്ലാ ഗുണങ്ങളെന്ന് പറഞ്ഞാൽ പ്രാണരൂപത്തിലിരിക്കുകയല്ല, അതെല്ലാം ആ പ്രാണന്റെ രൂപത്തിലിരിക്കുന്നതാണ്. അതെല്ലാം അതിൻ്റെ ഏറ്റവും സൂക്ഷ്മമായ അവസ്ഥയല്ലേ ഗുണം എന്ന് പറയുന്നത്. അപ്പം അക്ഷരം ഇതം സർവം, ഈ കാണുന്ന പ്രപഞ്ചമെല്ലാം അക്ഷരം മാത്രമാകുന്നു. തസ്യ ഉപവ്യാഖ്യാനം, ഈ ഓം എന്ന ഇത് രണ്ടും, ഓം എന്നുള്ളതും അക്ഷരം എന്നുള്ളതും രണ്ടായിട്ടല്ല പറഞ്ഞിരിക്കുന്നത്, ഒന്ന് തന്നെയാണ്. ഒന്ന് വാച്യം, ഒന്ന് വാചകം. ഓം എന്നുള്ളത് വാചകം, അക്ഷരൻ വാച്യം. അപ്പം ഇതിൻ്റെ ഈ ഉപവ്യാഖ്യാനത്തിൻ്റെ അർത്ഥം നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞായിരുന്നു. ഉപവ്യാഖ്യാനം എന്ന് പറഞ്ഞാൽ ഖ്യാനം അത് പറയുകയെന്ന്, ആഖ്യാനം എന്ന് പറഞ്ഞാൽ വ്യക്തമായിട്ട് പൂർണ്ണമായിട്ട് പറയും. വ്യാഖ്യാനം എന്ന് പറഞ്ഞാൽ പല എന്തൊക്കെയാണ് പല പ്രക്രിയകളിൽ കൂടി വളരെ വ്യക്തമായിട്ട് പൂർണ്ണമായിട്ട് പറയുന്നതാണ് വ്യാഖ്യാനം. ഉപവ്യാഖ്യാനം എന്ന് പറഞ്ഞാൽ ഉപ എന്ന് പറഞ്ഞാൽ അടുത്തല്ലേ. ഈ വ്യാഖ്യാനം കേട്ട് മനസ്സിലാക്കി കഴിയുമ്പോൾ പറഞ്ഞ വസ്തുവിനെ ഏത് വസ്തുവിനെയാണോ വ്യാഖ്യാനിച്ചത് അതിനെ അറിയാം. അടുത്തിരുന്ന് വ്യാഖ്യാനിച്ച് കഴിയുമ്പോൾ ആ വസ്തുവിന് മനസ്സിലാകാം. അങ്ങനെയുള്ള വ്യാഖ്യാനം ഉപവ്യാഖ്യാനം. ഭൂതം ഭവത് ഭവിഷ്യതിഥി സർവം ഓംകാരേവ. ഭൂതം ജനിച്ചു കഴിഞ്ഞിട്ടുള്ളത്, ഭൂതകാലത്തിലുള്ളതും ഭൂതം ഭവത് വർത്തമാനകാലത്തുള്ളതും ഭവിഷ്യത് ഇനി ഭാവി വരാൻ പോകുന്നതും സർവം ഓംകാരേവ
ഇതെല്ലാം ഓംകാരം തന്നെയാകുന്നു. ഇതൊന്നും ഓംകാരത്തിൽ നിന്നും ഭിന്നമല്ല. യച്ച അന്യർ ത്രികാലാതീതം. ഇനിയും അന്യത് ത്രികാലാതീതം യത്. ത്രികാലാതീതമായിട്ട് ഈ ഉള്ളത് എന്താണോ അതും ഓംകാരേവ. ത്രികാലാതീതം എന്താണ്? ഈ കാലം എന്നുള്ളത് മഹത്തത്വത്തിൽ നിന്നാണ് കാലം ഉണ്ടായത്. മഹത്തത്വം എന്ന് പറയുന്ന ആ സർവ വിജ്ഞാനത്തോടു കൂടിയിരിക്കുന്ന ഒരവസ്ഥയാണ്. ആ ഇത് ഇങ്ങോട്ട് ആദ്യം വന്നതല്ലേ. സർവത്ര എല്ലാം ഇരിക്കുന്നത് അക്ഷരന്. അക്ഷരനിൽ നിന്നാണ്. അക്ഷരനിൽ നിന്നും ഉണ്ടായതായിട്ട് അവിടെ അക്ഷരനിൽ നിന്ന് പറഞ്ഞിട്ടില്ല. ആകാശോപാധിക അപ്പം ശരിക്കും മറ്റു ഭൂതങ്ങളായി പരിണമിച്ചിട്ടില്ല. പരിണമിക്കാൻ മുമ്പ് ആ ഊർജ പ്രാണൻ മുഴുവനും അവിടെ ഇരിക്കുകയാണ്. പ്രാണോപാധീന. അപ്പൊ പ്രണവം അല്ലെ ഓം എന്ന് പറയുന്നത് വാച്യം എന്ന് പറയുന്നത് ആ ഒരു ഭാവമായിട്ടാണ്. വാച്യം അക്ഷരം അല്ല വാച്യം അക്ഷരം അല്ല വാച്യം എന്ന് പറയുന്നത് ഈ അക്ഷരം അക്ഷരമോ അക്ഷരം നിർത്തി അക്ഷരഹ എന്ന് പറയും. ഇവിടെ അക്ഷരം എന്നാണ്. കാരണം ഇവിടെ ഔംസലിംഗമായിട്ടാണ് പറഞ്ഞു. അക്ഷരം ഓം എന്ന അക്ഷരം. മറ്റേ അക്ഷരൻ എന്ന് പറയുമ്പോൾ അക്ഷരഹ എന്നുണ്ട്. അക്ഷരഹ എന്ന് പറഞ്ഞാൽ ആ അക്ഷരപുരുഷനെ പറ്റി ഇവിടെ ഓം എന്ന് പറഞ്ഞതുകൊണ്ട് അക്ഷരം. ത്രികാലാതീതം ആ വിജ്ഞാനമേ മഹത്വത്വത്തിൽ നിന്നാണ് കാലം ഉണ്ടായത്. ഇന്നും അതിലാണ് കാലം. അതിന് മുമ്പ് കാലമില്ല. ആ കാലത്തിന് അതീതമായിട്ടുള്ളത് എന്താണ്? അപ്പം മഹത്വത്വത്തിന് മുമ്പുള്ളത്, അതായത് ആപ്രത്തിൽ ത്രികാലാതീതം, അതിന് അവിടെ അതും ഓംകാരം മാത്രമാകുന്നു. അപ്പം എന്തൊക്കെയുണ്ട് അതെല്ലാം ഓംകാരത്തിൽ ഉൾപ്പെടുന്നു. അതിലാണ് എല്ലാം സ്ഥിതി. ഓമിതി ഏതദക്ഷരം ഇതം സർവം ഇതി. മന്ത്രം എടുത്ത് പറഞ്ഞു. യത് ഇതം അർത്ഥജാതം അഭിധേയഭൂതം തസ്യ അഭിധാന വ്യാഖ്യാന വ്യതിരേകാതം. ഏത് ഇതം അർത്ഥജാതം, ഈ കാണുന്ന പ്രപഞ്ചത്തിൽ കാണുന്ന സർവസ്വവും പദാർത്ഥങ്ങളെല്ലാം തന്നെ അഭിധേയഭൂതം. അഭിധേയം പേര് നമ്മൾ പറയുകയാണ്. അഭിധേയം. തസ്യ അഭിധാന അവ്യതിരേകാതം. അഭിധാനത്തിൽ നിന്നും ഭിന്നമല്ല. ഓംകാരം തന്നെയാണ് അക്ഷരം. അത് രണ്ടും ഭിന്നമല്ല. വാച്യവും വാചകവും ഇവിടെ ഒന്ന് തന്നെയാണ്. അഭിധാനസ്യ ഓംകാര വ്യതിരേകാത ഓംകാരേവ ഇതം സർവം. ഇത് അഭിധേയ വ്യതിരേകാത. അഭിധാനം എന്ന് പറയുന്നത് പേര് ഓംകാരം. ഓംകാര അവ്യതിരേകാത. ഈ എല്ലാം തന്നെ ഓംകാരം തന്നെയാണ്. ഓംകാരത്തിൽ നിന്നും ഭിന്നമല്ല. അതുകൊണ്ട് ഇതം സർവം ഓംകാരേവ. പരം ച ബ്രഹ്മാഭിധാന അഭിധേയോപായപൂർവകം ഏവ ഗമ്യത ഇതി ഓംകാരേവ. ബ്രഹ്മ അഭിധാന അഭിധേയോപായപൂർവകം. ഈ പരബ്രഹ്മത്തെ അറിയുന്നതിന് ഈ അക്ഷരം കൊണ്ടല്ലേ അറിയാൻ സാധിക്കൂ. ബ്രഹ്മത്തെ അറിയണമെങ്കിലും നമ്മൾ എന്ത് പറയുന്നോ അതെല്ലാം അക്ഷരമാണ്. എന്ത് ചിന്തിക്കുന്നോ അതും അക്ഷരമാണ്. ആ ചിന്തിക്കുന്നതല്ലേ പിന്നെ ശബ്ദമായിട്ട് പുറത്തു വരുന്നു. അതെല്ലാം അക്ഷരമായിട്ടാണല്ലോ വരുന്നത്. അതുപോലെ ഈ ബ്രഹ്മത്തെ പോലും അറിയുന്നത് നമ്മൾ അക്ഷരങ്ങളിൽ കൂടിയല്ലേ. തത്വമസി അക്ഷരത്തിൽ കൂടിയാണല്ലോ അറിയുന്നത്. ഇതം ഓംകാരേവ ഇതം സർവം പരം ച ബ്രഹ്മ അഭിധാന അഭിധേയോപായപൂർവകമേവ ഗമ്യതേ ഇതി ഓംകാരേവ. ബ്രഹ്മത്തെ അറിയുന്നതിന് അഭിധാനം പേര്, അഭിധേയം പേരുകൊണ്ട് പറയുന്ന സംഗതി, ആ വസ്തു, അത് ബ്രഹ്മമാണ്. ബ്രഹ്മത്തെ അറിയാനുള്ള വാചകവും വാക്യവും അത് രണ്ടും ഒന്ന് തന്നെയാണ്. ഓംകാരം എന്ന് പറയുന്നത് തന്നെയാണ് അക്ഷരം.
നമ്മൾ കഴിഞ്ഞ ദിവസം ഇതിലായിരുന്നു ഈ അക്ഷരനെ കുറിച്ച് വിസ്തരിച്ച് പഠിച്ചത്. ഉണ്ടോ അക്ഷരനെ കുറിച്ച് വിസ്താരമായിട്ട് പഠിച്ചത്. തസ്യേതസ്യ പരാപരബ്രഹ്മരൂപസ്യ അക്ഷരസ്യ ഓം ഇതി ഏതസ്യ ഉപവ്യാഖ്യാനം. തസ്യ ഏതസ്യ പരാപരബ്രഹ്മരൂപസ്യ. അപ്പൊ പരാപരബ്രഹ്മരൂപമാണ് ഈ ഓംകാരം. പരാപരബ്രഹ്മം പരബ്രഹ്മവും അപരബ്രഹ്മവും. പരബ്രഹ്മം എന്ന് പറയുന്ന നിർവിശേഷ ജ്ഞാനം, അപരബ്രഹ്മം എന്ന് പറയുന്ന അതിൽ പ്രകാശിക്കുന്ന വസ്തു ഉൾപ്പെടെയുള്ള ചൈതന്യവും ചൈതന്യത്തിൽ പ്രകാശിക്കുന്ന വസ്തുക്കളും കൂടിയാണ് അപരബ്രഹ്മം. അക്ഷരസ്യ ഓമിത്യേതസ്യ ഉപവ്യാഖ്യാനം. അങ്ങനെ ആ പരബ്രഹ്മത്തിന്റെ ഉപവ്യാഖ്യാനം ഓം എങ്ങനെ ബ്രഹ്മ ആകുന്നു, അക്ഷരനും ഓമും എങ്ങനെ ഒന്നാകുന്നു എന്നുള്ളതിന്റെ ഉപവ്യാഖ്യാനം. ബ്രഹ്മ പ്രതിപത്യുപായത്വാത് ബ്രഹ്മസമീപതയ വിശിഷ്ടം പ്രകഥനം ഉപവ്യാഖ്യാനം പ്രസ്തുതം വേദിതവ്യം ഇതി വാക്യശേഷം. ഇത് ബ്രഹ്മപ്രതിപത്യുപായത്വാത്, ഈ പറയുന്നത് ഓം എന്നുള്ളതിൻ്റെ വ്യാഖ്യാനം. അത് വ്യാഖ്യാനിച്ചു കഴിഞ്ഞാൽ ബ്രഹ്മപ്രതിപത്തി, ബ്രഹ്മസ്വരൂപത്തെ അറിയാൻ കഴിയും. ബ്രഹ്മസത്വം അറിയുന്നതിന് ബ്രഹ്മസമീപതയ, അതിനെ എങ്ങനെ അറിയാം? ഇപ്പൊ നമ്മൾ ഇവിടെ ഇരുന്നൊന്ന് ഒരു വാക്ക് പറയും ഇതിന്നാരാണെന്ന് പറയുമ്പോൾ ഉടനെ മനസ്സിലാവും ഇല്ലേ? അപ്പം നമുക്ക് സമീപം ഉള്ളത് കൊണ്ടാണ് അറിയുന്നത്. അതുപോലെ ഈ വ്യാഖ്യാനം സമീപം ഉള്ളതുകൊണ്ട്, ഈ സമീപമുള്ള വ്യാഖ്യാനം കൊണ്ട് അത്രയും അടുത്താണ് ഈ ബ്രഹ്മസ്വരൂപം. അതായത് ഈ വ്യാഖ്യാനം കഴിയുമ്പോൾ ബ്രഹ്മസ്വരൂപം എന്താണെന്ന് മനസ്സിലാക്കും. അതുകൊണ്ട് ആ വ്യാഖ്യാനത്തെ വിസ്പഷ്ടം പ്രകഥനം, വിസ്പഷ്ടം നല്ല സ്പഷ്ടമായിട്ട് അനേക പ്രക്രിയകളോടുകൂടി, അങ്ങനെ പറയുന്നതിനാണ് പ്രകഥനം എന്ന് പറയുന്നത്, വ്യാഖ്യാനം എന്ന് പറയുന്നത്. അപ്പം വളരെ പ്രക്രിയകളോടുകൂടി വ്യക്തമായിട്ട് പൂർണ്ണമായിട്ട് പറഞ്ഞിരിക്കുകയാണ്. അതാണ് ഉപവ്യാഖ്യാനം പ്രസ്തുതം വേദദ്രവ്യം ഇതി വാക്യശേഷം. അതാണ് ഞാൻ പറയാൻ, ഇതിൻ്റെ അകത്ത് അങ്ങനെയാണല്ലോ പറഞ്ഞത്. തദപ്യോങ്കാരേവ, അതിന് തസ്യ ഉപവ്യാഖ്യാനം എന്ന് പറഞ്ഞിട്ട് ഞാൻ ഉപവ്യാഖ്യാനം ചെയ്യുകയാണ്. അതിന് നല്ലതുപോലെ മനസ്സിലാക്കിയാൽ, നമ്മൾ പറയുന്നതിന് ശ്രദ്ധയോടും ഭക്തിയോടും മനസ്സിലാക്കുകയാണെങ്കിൽ ആ ബ്രഹ്മസ്വരൂപത്തെ അറിയാൻ സാധിക്കും. കാരണം അത്ര ആ ബ്രഹ്മസ്വരൂപത്തിലേക്ക് കൊണ്ടുപോകുന്ന രീതിയിലുള്ള വ്യാഖ്യാനമാണിത്. വാക്യശേഷം ഭൂതം ഭവത് ഭവിഷ്യത് ഇത് കാലത്രയ പരിച്ഛേദ്യം എത്തത് അഭി ഓങ്കാര ഏവ ഉക്തന്യായതഃ. ഭൂതം ഭവത് ഭവിഷ്യതി കാലത്രയ പരിച്ഛേദ്യം. കാലത്രയ, ഇത് മൂന്നും കാലം കൊണ്ട് വ്യത്യാസപ്പെട്ടതാണല്ലോ. കഴിഞ്ഞു പോയതും ഇപ്പം നടക്കുന്നതും ഇനി വരാനുള്ളതുമെല്ലാം. അങ്ങനെയുള്ളതെല്ലാം തന്നെ കാലത്രയ പരിച്ഛേദ്യം എത്തത് അഭി ഓങ്കാരേവ, അതും ഓങ്കാരം തന്നെയാണ്. ഏവ ഉക്തന്യായതഃ എച്ച അന്യത് ത്രികാലാതീതം കാര്യാധിഗമ്യം. ഇതിന് കാലത്തിന് മുമ്പുള്ളത് കാലാതീതം, കാര്യാധിഗമ്യം. എങ്ങനെയാ കാലാതീതമെന്നുണ്ടെന്നറിയുന്നത്? കാര്യം കൊണ്ട് മനസ്സിലാക്കണം. കാര്യാധിഗമ്യം, കാര്യം കൊണ്ട് മനസ്സിലാക്കുന്നതും കാലാപരിച്ഛേദ്യം, കാലം കൊണ്ട് പരിച്ഛേദിക്കാത്തതുമായ അവ്യാകൃതാദി തദപ്യോങ്കാരേവ. ഇതിനെല്ലാം കാരണമായിരിക്കുന്ന അവ്യക്തം അക്ഷരം എന്നൊക്കെ പറയുന്ന ആ ഒരു തെരൻ എന്ന് പറയുമ്പോൾ അക്ഷരം മുമ്പുള്ളതാണെന്ന് തോന്നുന്നു. അവ്യക്തം ഇല്ലേ? അക്ഷരാകാശമായില്ലേ? ആകാശം ഉണ്ടല്ലോ, മറ്റേടത്ത് അതുമില്ല. ഈ ആകാശത്തിന് ഒരു കാരണമുണ്ട്. അവ്യക്തം, മായ എന്നൊക്കെ പറയുന്നു. ത്രിഗുണാത്മികയായിരിക്കുന്ന ഒരവസ്ഥയുണ്ടല്ലോ. ഒന്നും അല്പം പോലും വ്യാകരിക്കാതെ ത്രിഗുണാത്മികമായിട്ട് ഒരു പരിണാമവും സംഭവിക്കാതെ ഇരിക്കുന്ന ഒരവസ്ഥ. അവ്യക്തം തദപി ഓങ്കാരേവ, അതും ഓങ്കാരം തന്നെയാകുന്നു. ഓമിത്യേതദക്ഷരമിദം സർവം തസ്യോപവ്യാഖ്യാനം ഭൂതം ഭവത് ഭവിഷ്യതി സർവ ഓങ്കാരേവ
യച്ഛാന്യേതൃകാലാതീതം തദപ്യോകാരേ. ചുരുക്കി പറഞ്ഞാൽ എന്തൊക്കെയുണ്ടോ അതെല്ലാം ഓംകാരം മാത്രമാകുന്നു. അതുകൊണ്ട് ഈ ഓംകാരത്തെ നല്ലതുപോലെ പഠിച്ച് അതിനെ നല്ലതുപോലെ ചിന്തിച്ച് അതിൻ്റെ അതിൻ്റെ അർത്ഥം മനസ്സിലാക്കുക. അതെന്താണ് അതുകൊണ്ട് പറഞ്ഞിരിക്കുക, ഓംകാരം എന്താണ് പറഞ്ഞിരിക്കുന്നത്, ഓംകാരം കൊണ്ട് എന്താണ് പറഞ്ഞിരിക്കുന്നത് വ്യക്തമായിട്ട് മനസ്സിലാക്കുക. അഭിധാന അഭിധേയോ ഏകത്വേ അഭി അഭിധാന പ്രാധാന്യേന നിർദ്ദേശകൃത. അഭിധാന ആഭിധേയോ ഏകത്വേ, രണ്ടും അഭിധാനവും അഭിധേയവും ഒന്ന് തന്നെ. ഓം എന്നുള്ള അഭിധാനവും അക്ഷരൻ എന്നുള്ള അഭിധേയവും ഒന്ന് തന്നെയാണ്. എങ്കിലും അഭിധാന പ്രാധാന്യേന നിർദ്ദേശകൃത, അഭിധാനത്തിന് ഓമിത്യന്നല്ലേ തുടങ്ങിയിരിക്കുന്നത്. അപ്പം ഓം എന്നുള്ള അഭിധാനത്തിന് പ്രാധാന്യം കൊടുത്തുകൊണ്ടാണ് ഇവിടെ തുടങ്ങിയിരിക്കുന്നത്. ഓമിത്യേതത് അക്ഷരമിതം സർവം ഇത്യാദി. അഭിധാന പ്രാധാന്യേന നിർദ്ദിഷ്ടസ്യ പുനഃ അഭിധേയ പ്രാധാന്യേന നിർദ്ദേശോ അഭിധാന അഭിധേയോ ഏകത്വ പ്രതിപത്യർത്ഥം. ഓം എന്ന അഭിധാന പ്രധാനമായിട്ട് പറഞ്ഞു. ആദ്യം പറയുന്നതിനുള്ള പ്രാധാന്യം അപ്പം അങ്ങനെ പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് പുനഃ അഭിധേയ പ്രാധാന്യേന നിർദ്ദേശക, പിന്നെ അഭിധേയം പറഞ്ഞു. അപ്പോൾ ഓങ്കാരം ഓമിത്യേതത് അക്ഷരം എന്ന് പറഞ്ഞു. അപ്പം അഭിധേയത്തെയും പിന്നീട് പറഞ്ഞു. അഭിധേയ പ്രാധാന്യേന നിർദ്ദേശക അഭിധാന അഭിധേയോ ഏകത്വ പ്രതിപത്യർത്ഥ. എന്തിനാണ് അങ്ങനെ പറഞ്ഞത്? അഭിധാനം പറഞ്ഞു, അഭിധേയം പറഞ്ഞു. എന്തിനാണ് അങ്ങനെ രണ്ടും കൂടെ ഒരുമിച്ച് പറഞ്ഞതെന്ന് ചോദിച്ചാൽ രണ്ടും ഒന്നാണെന്ന് മനസ്സിലായി. അഭ്യൂഹോ ഏകത്വം, രണ്ടിനും ഏകത്വമുണ്ട്. ഇത് രണ്ടും പറഞ്ഞു. ഓം ഏതാണോ അതാണ് അക്ഷരം, അക്ഷരന്റെ പേരാണ്. അക്ഷരം എന്താണ്? അതാണ് ഓം. അത് രണ്ടും ഒന്നാണെന്ന് മനസ്സിലാക്കാൻ വേണ്ടിയാണ് ഇങ്ങനെ പറഞ്ഞിരിക്കുന്നത്. ഇതരഥ അഭിധാന തന്ത്ര അഭിധേയ പ്രതിപത്തിരിത്യഭി അഭിധേയസ്യ അഭിധാനത്വം ഗൗണം ഇത്യാശങ്ക സ്യാത്. ഇല്ലെങ്കിൽ എന്താണ്, ഇങ്ങനെ രണ്ടും ഒരേ വാചകത്തിൽ പറഞ്ഞില്ലെങ്കിൽ രണ്ടായിട്ട് പറയുകയാണെങ്കിൽ, അഭിധാനം പറഞ്ഞിട്ട് അതിനെ ഇങ്ങനെ വിസ്തരിക്കുകയാണെങ്കിൽ, ആദ്യം പറഞ്ഞ അഭിധാന തന്ത്രപ്രധാനം, അത് നമ്മൾ സ്വതന്ത്രം എന്നൊക്കെ പറയുന്നത് എന്ന് പറഞ്ഞാൽ ഇവിടെ അഭിധാന തന്ത്രം, അഭിധാനം അനുസരിച്ചാണ്, അഭിധാനത്തെ കൊണ്ടാണ് ഈ അഭിധേയത്തെ സാധിച്ചിരിക്കുന്നത് എന്നൊരു തോന്നൽ വരും. അങ്ങനെ വരാതിരിക്കാനാണ് ഇങ്ങനെ പറഞ്ഞിരിക്കുന്നത്. ഗൗണമിത്യാശങ്ക സ്യാത്. ഏകത്വ പ്രതിപത്തേശ്ച പ്രയോജനം അഭിധാനാഭിധേയോ ഏകേനൈവ പ്രയത്നേന യുഗപദ വിലാപയ തദ്വിലക്ഷണം ബ്രഹ്മ പ്രതിപദ്യതേ ഇതി. എന്തിനാണ് രണ്ടും ഒരുമിച്ച് പറഞ്ഞിരിക്കുന്നത്? പ്രയോജനം ഏകത്വ പ്രതിപത്തേശ്ച പ്രയോജനം, ഇത് രണ്ടും ഒന്നാണ്. അഭിധേയവും അഭിധാനവും ഒന്ന് തന്നെയാണ് എന്ന് പറയുന്നത് കൊണ്ട് അതിൻ്റെ പ്രയോജനം എന്താണെന്നാൽ അഭിധാനാഭിധേയോ ഏകേനൈവ പ്രയത്നേന യുഗപദ വിലാപയൻ. രണ്ടിനെയും ഒരു പ്രയത്നം കൊണ്ട് വിലാപനം ചെയ്യാം. അതായത് ഒരു ഓംകാര അക്ഷരൻ ഇതാണെന്ന് പറഞ്ഞു, ഈ ഓം ഇതാണെന്ന് പറഞ്ഞു. ഓം എന്നുള്ളതിനെ എടുത്ത് വിലാപനം ചെയ്യുമ്പം അതിനെ ഓരോ അംഗമായിട്ട് എടുത്തിട്ട് അത് അടുത്തതിലോട്ട് വിലയിപ്പിക്കുക. അങ്ങനെ ചെയ്യുമ്പോൾ രണ്ടും കൂടെ ഒന്ന് ചെയ്താൽ മതി. കാരണം ഓം അക്ഷരൻ എന്നുള്ളതിൻ്റെ 4 അംഗങ്ങളുള്ളതാണെന്ന് പറഞ്ഞിട്ടുണ്ട്. ഈ 4 എണ്ണത്തിനെ 3 എണ്ണത്തിനെ വിലയിപ്പിച്ച് 4ാമത്തേതിലെത്തുക. അപ്പോൾ ഓംകാരത്തിനും 3 അംഗങ്ങളുണ്ട്, 4 അംശങ്ങളുണ്ട്. അതിലെ 3 അംശങ്ങളെ വിലയിപ്പിച്ച് 4ാമത്തെ ഇവിടെ വരുമ്പം പിന്നെ വിലയിപ്പിക്കാനുണ്ട്. അതുപോലെ തന്നെയാണ് ഓംകാരം അക്ഷരനും. അതുകൊണ്ട് രണ്ടിനെയും ഒന്നായിട്ട് വിലയിപ്പിക്കാൻ സാധിക്കും. ഈ 4 അംഗങ്ങളുള്ളത് 4 അംഗങ്ങളുള്ളത് ചതുഷ്പാദാണ്. 4 അംഗങ്ങളുള്ളത്. അപ്പോൾ 4 അംഗങ്ങളുള്ളതിൽ 3നെ വിലയിപ്പിക്കാൻ സാധിക്കും. വിലയിപ്പിക്കുന്ന 3ൻ്റെയും സാക്ഷിയായ ചൈതന്യം അവിടെ അതിനെ ഈ 3നെ വിലയിപ്പിച്ച് കഴിയുമ്പോൾ അറിയാൻ സാധിക്കും. ആ സാക്ഷി മാത്രം, സാക്ഷിയല്ല,
സാക്ഷി എന്ന് പറയുമ്പോൾ സാക്ഷ്യം വേണം. അപ്പം സാക്ഷ്യഭേദമില്ലാത്ത, ദേശകാല ഭേദമില്ലാത്ത ഒരു ഒരു വിധത്തിലുമുള്ള ഭേദമില്ലാത്ത ആ ഒരു ചൈതന്യത്തെ അറിയാൻ സാധിക്കും. രണ്ടിനെയും കൂടി രണ്ടും ഒന്നാണെന്ന് പറഞ്ഞിട്ട് പ്രത്യേകം വിലയിപ്പിക്കില്ല, ഒരുമിച്ച് വിലയിപ്പിച്ചാണ്. തഥാച വക്ഷ്യതി പാദാ മാത്ര മാത്രാശ്ച പാദാഹ. അപ്പം ഒന്നിന് മാത്രകളാണ്, ഒന്നിന് പാദങ്ങളാണ്. ഓം എന്നുള്ളതിന് 4 മാത്രകൾ, അക്ഷരം എന്നുള്ളതിന് പാദങ്ങൾ. അക്ഷരന് പാദം, ഇത് രണ്ടും ഒന്ന് തന്നെയാണ് എന്ന് പറയാം. പാദങ്ങളും മാത്രകളും ഒന്ന് തന്നെയാണ്. സർവം ഹി ഏതദ് ബ്രഹ്മ അയമാത്മാ ബ്രഹ്മ സോയമാത്മാ ചതുഷ്പാദ. സർവം ഹി ഏതദ് ബ്രഹ്മ അയം ആത്മാ ബ്രഹ്മ സഹ അയം ആത്മാ ചതുഷ്പാദ. സർവം ഹി ഏതദ് ബ്രഹ്മ എന്ന് പറഞ്ഞല്ലോ. ഈ കാണുന്നതെല്ലാം ബ്രഹ്മം തന്നെയാണ്. അപ്പൊ ഈ കാണുന്നതെല്ലാം ബ്രഹ്മമാണെങ്കിൽ നമ്മളിൽ നിന്ന് ഭിന്നമായിട്ടാണല്ലോ ഇരിക്കുന്നത്. അപ്പം നമ്മൾ ഭിന്നമായിട്ടിരിക്കുന്നു. അപ്പം അതിനെ എങ്ങനെ അറിയാൻ പറ്റും? അറിയാൻ വിഷമമാണ്. അപ്പം നമ്മളിൽ നിന്ന് ഭിന്നമായി ഒരു വസ്തുവിനെ അറിയാൻ, ബ്രഹ്മമായിട്ട് അറിയാൻ വിഷമം. ഒരു വസ്തു അത് നമ്മളിൽ നിന്ന് ഭിന്നമായിട്ട് അറിയുന്നു എന്ന് പറഞ്ഞാൽ അത് ദൃശ്യമാണ്. അപ്പം ദൃശ്യത്തിനൊരു ദൃക്ക് വേണം. അപ്പം ദൃക്കും ദൃശ്യവും വെളിയിൽ എന്തിനെ അറിഞ്ഞാലും ദൃക്കും ദൃശ്യമായിട്ട് നമുക്കറിയാൻ സാധിക്കും. അപ്പം അതുകൊണ്ട് ഈ കാണുന്നതെല്ലാം ബ്രഹ്മം തന്നെയാണെന്ന് അറിയണം. സർവം ഹി ഏതദ് ബ്രഹ്മ. അതിനെ എങ്ങനെയാണ് അറിയേണ്ടത്? അയമാത്മാ ബ്രഹ്മ, അങ്ങനെ അറിയണം. അപ്പം അയമാത്മാ ബ്രഹ്മ ഈ ഉപദേശം കൊടുക്കുമ്പോൾ ഓരോന്നിനും എന്താണ്? ഇപ്പം ഈ 4 പാദങ്ങളാണല്ലോ ഉള്ളത്. ആദ്യത്തേത് വിശ്വൻ, തൈജസൻ, തുര്യം എന്ന് പറയുന്ന ബ്രഹ്മ. ഇതിനെ വെച്ചുകൊണ്ടാണ് 4. അല്ലെങ്കിൽ ഈ 4 ഭേദങ്ങളും എങ്ങനെയാണ് അറിയുന്നത്? ഇതിനെയെല്ലാം വെളിപ്പെടുത്തുന്ന ഒരു ചൈതന്യമുണ്ട്. ആ ചൈതന്യത്തിൽ പ്രകാശിക്കുകയാണ്. അറിയുന്നു എന്നുള്ളത് നമ്മുടെ ഒരു കൽപ്പന. അപ്പോൾ വാസ്തവത്തിൽ ഇതിൽ പ്രകാശിക്കുകയും ചെയ്യും. ഈ ചൈതന്യത്തിൽ പ്രകാശിക്കുകയാണ്. ഇങ്ങനെ പ്രകാശിക്കുന്ന ചൈതന്യത്തെ എങ്ങനെ അറിയുന്നു ചോദിച്ചാൽ, അയമാത്മാ ബ്രഹ്മ, നിന്റെ അന്ധകരണത്തിൽ ഞാൻ എന്നുള്ള ഒരു അറിവിന് വിഷയമായി, അറിവിന് അങ്ങനെ നമുക്കറിയാൻ പറ്റുള്ളൂ. എവിടെയെങ്കിലും ഇതൊന്ന് കണ്ടുപിടിക്കണമെങ്കിൽ ഇവിടെ ഒരു വിഷയമാക്കണമല്ലോ. അപ്പോൾ അറിവിന് വിഷയമല്ല വാസ്തവത്തിൽ ഈ എല്ലാതിനെയും വെളിപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന ഒരു ബോധമുണ്ട്, ഒരു ചൈതന്യമുണ്ട്. ആ ചൈതന്യം യാതൊന്നാണ്, അത് ബ്രഹ്മമാകുന്നു, അത് നീ തന്നെയാകുന്നു. അതായത് ഈ എന്താണ് അയമാത്മാ ബ്രഹ്മം എന്ന് എങ്ങനെയാ പറയുന്നത്? അയമാത്മാ അല്ലെ, ഇതിൻ്റെ അകത്ത് അയമാത്മാ ബ്രഹ്മ എന്ന് അഭിനയം കൊണ്ട് പറയുന്നു. അതായത് മുദ്ര കാണിച്ചിട്ട് പറയുന്നു. എന്താണ് മുദ്ര? സർവം ഹേതദ് ബ്രഹ്മ അയം ആത്മാ ബ്രഹ്മ സഹ അയം ആത്മാ ചതുഷ്പാദ. ഈ ബ്രഹ്മത്തിന് 4 പാദങ്ങളുണ്ട്. ഈ കാണുന്നതെല്ലാം ബ്രഹ്മം തന്നെയാകുന്നു. ഈ ബ്രഹ്മത്തെ എങ്ങനെ മനസ്സിലാക്കാം, എങ്ങനെ ബോധിക്കാം? മനസ്സിലാക്കാനൊന്നും പറ്റത്തില്ലല്ലോ. എന്നെ ബോധിക്കുക എന്ന് പറയാം. അങ്ങനെ ബോധിക്കണമെങ്കിൽ എങ്ങനെ ബോധിക്കണം? അയമാത്മാബ്രഹ്മം. നമ്മൾ വെളിയിൽ പോയി എവിടെ തിരഞ്ഞാലും കിട്ടത്തില്ല. കാരണം വെളിയിലുള്ളതിനെ എല്ലാം വെളിപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത് ഈ ഞാനാകും. ആ നമുക്ക് ഞാൻ എന്നുള്ള അറിവുണ്ടല്ലോ, അതിൻ്റെ ലക്ഷ്യം എന്താണോ അത് ഈ ഞാൻ തന്നെയാകുന്നു. അപ്പോൾ അയമാത്മാ ബ്രഹ്മം എന്ന് ശ്രുതി പറഞ്ഞു, ശ്രുതി നിർദ്ദേശിച്ചു. ബ്രഹ്മത്തെ എങ്ങനെ അറിയണം? ബ്രഹ്മം എവിടെ സ്ഥിതി ചെയ്യുന്നു? എങ്ങനെയാണ്? ബ്രഹ്മം സർവത്ര സ്ഥിതി ചെയ്യുന്നതാണെങ്കിലും അതിനെ അറിയാനൊരു മാർഗമുണ്ട്. നമ്മുടെ മനസ്സിലിരുന്ന് ഓരോ വിഷയത്തെയും വിഷയത്തിൻ്റെ ഇല്ലായ്മയെയും വെളിപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന ചൈതന്യം യാതൊന്നാണ്. അതാണ് ബ്രഹ്മം. സ്വയം ആത്മാ ചതുഷ്പാദം. ഇതിന് 4 പാദങ്ങളുണ്ട്. സർവം ഹേതദ് ബ്രഹ്മ ഇതി സർവം യദുക്തം ഓംകാരമാത്രമിതി തദേതദ് ബ്രഹ്മ.
തച്ച ബ്രഹ്മ പരോക്ഷാഭിഹിതം പ്രത്യക്ഷതോ വിശേഷേണ സ്പെഷ്യലി. ഇതെല്ലാം ബ്രഹ്മമാണ് എന്ന് പറഞ്ഞു. ഇതെന്ന് പറഞ്ഞത് നമുക്ക് വെളിയിൽ കാണുന്നതല്ലേ. അതുകൊണ്ട് ഈ വെളിയിൽ കാണുന്നത് ബ്രഹ്മമാണ്, ഈ ഓരോ വസ്തുവും ബ്രഹ്മമാണ് എന്ന് പറയുമ്പോൾ ശരിക്കും നമുക്ക് മനസ്സിലാകുന്നില്ല ബ്രഹ്മത്തിൻ്റെ സ്വരൂപം. അപ്പോൾ ബ്രഹ്മത്തിൻ്റെ സ്വരൂപം, ബ്രഹ്മസ്വരൂപം എങ്ങനെ അറിയണം? പരോക്ഷാഭിഹിതം പ്രത്യക്ഷത വിശേഷേണ നിർദ്ദേശിക്കും. വ്യക്തമായിട്ട് മനസ്സിലാകത്തക്ക വിധം നിർദ്ദേശിക്കുകയാണ്. അയം ആത്മാ ബ്രഹ്മ ഇത്. അയമിതി ചതുഷ്പാത്വേന പ്രവിഭജ്യമാനം പ്രത്യേകാത്മതയ അഭിനയേന നിർദ്ദേശിതി അയമാത്മാ ഇത്. അതായത് നിർദ്ദിശ്യമാണ്. 4 ചതുഷ്പാദമാണ്. ചതുഷ്പാദം എന്ന് പറഞ്ഞാൽ 4 അംശങ്ങളാണ്, 4 പാദങ്ങളുണ്ട്, 4 അംശങ്ങളാണ് അതിനുള്ളത്. അപ്പോൾ 4 പാദങ്ങളായിട്ട് പറഞ്ഞിരിക്കുന്നത്. പാദം എന്ന് പറഞ്ഞാൽ നമ്മുടെ പാദം എന്ന് പറഞ്ഞാൽ നമ്മൾ കാലം കൊണ്ട് കിടന്നല്ലേ ഒരിടത്തേക്കും. അപ്പം അതാണ് നമ്മൾ നമുക്കൊരു ലക്ഷ്യമുണ്ടെങ്കിൽ അതിനെ സാധിക്കാൻ എന്താണോ നമ്മൾ ഉപയോഗിക്കുന്നത് അതാണ് പദം. യാതൊന്നുകൊണ്ടാണോ അതിനെ പ്രാപിക്കുന്നത് അതാണ് പാദം. അപ്പം ഇവിടെ പാദം 4 പാദങ്ങളാണ്. ഒരാളാരും പറയും ഒരാൾ എന്ത് പറയുന്നു അത്, അല്ലെ ഈശ്വരനെ എങ്ങനെ സങ്കല്പിക്കുന്നു അത് നമ്മുടെ മനസ്സിന് അനുകൂലമായിട്ടായിരിക്കും. നമ്മളാരാണോ അതനുസരിച്ച്. ഇപ്പോൾ ഈ മനുഷ്യരൂപത്തിലല്ലേ മിക്കവാറും ഈശ്വരൻ്റെ ഒക്കെ രൂപങ്ങൾ. ചിലത് മൃഗമുണ്ട്, എങ്കിലും കൂടുതലും ഈശ്വരൻ്റെ രൂപത്തിൽ. അപ്പോൾ യജ്ഞത്തിനൊക്കെ പ്രാധാന്യം കൊടുത്തിട്ടുള്ള ആളുകൾ യജ്ഞം എന്ന് പറയുന്ന 4 ഭാഗമുണ്ടല്ലോ. അപ്പം 4 പാദങ്ങളുള്ളതായിട്ട് സ്വീകരിക്കുന്നു. ഇവിടെ മണ്ഡൂക മഹർഷിയാണ് ഇതിൻ്റെ ദർശിച്ച ആള്, ദ്രഷ്ടാവ് ഈ മന്ത്രത്തിൽ. ഇപ്പം മണ്ഡൂക മഹർഷി, മണ്ഡൂകം എന്ന് പറഞ്ഞാൽ 4 കാലുള്ളത്, അതുകൊണ്ടാണ് ചതുഷ്പാദം എന്ന് പറഞ്ഞിരിക്കുന്നതെന്നൊരു കാര്യം വ്യാഖ്യാനിച്ചിട്ടുണ്ട്. അഭിനയനം ഞാൻ മുദ്ര കാണിച്ചു. ഉപദേശിക്കുന്നത് തന്നെയുണ്ട്. ചതുഷ്പാദം അയമാത്മാ ബ്രഹ്മ. അപ്പം അങ്ങനെ എന്ന് ഉപദേശിക്കുകയാണ്. പരോക്ഷമായിട്ട് പറഞ്ഞതിനെ അങ്ങനെ പരോക്ഷമായിട്ട് അവിടെ എല്ലാം അന്വേഷിക്കേണ്ടത് നമ്മളിൽ അന്വേഷിച്ചെങ്കിലേ അറിയുള്ളൂ എന്ന് ഉത്തരവാദിച്ച് പറയുന്നു. അയമാത്മാ ബ്രഹ്മ സ്വയം ആത്മാ ഓങ്കാരാഭിധേയ പരാപരത്വേന വ്യവസ്ഥിത ചതുഷ്പാദ് കാർഷാവണമെന്ന ഗൗരി ഇതി. കാർഷാവണം എന്ന് പറഞ്ഞാൽ 100 രൂപ എടുത്താൽ അതിന്, അല്ലെങ്കിൽ 100 രൂപ എടുത്താൽ അതിൽ 100 ഒറ്റ രൂപയുണ്ട്. അതുപോലെ ഉള്ള അംശം നല്ല ഉദ്ദേശിച്ചിരിക്കുന്നത് ഒരു വസ്തുവിൻ്റെ അംശമായിട്ട്. അപ്പോൾ അതിൻ്റെ ഒരു അംശാംശഭാവം കൽപ്പിച്ചാണ് പറഞ്ഞിരിക്കുന്നത്. ഒരു 4 പാദങ്ങളുണ്ട്. ത്രയാണാം വിശ്വാദീനാം പൂർവപൂർവ വിലാപനേന തുരീയസ്യ പ്രതിപത്തിഹീതി കരണസാധന. അപ്പം ത്രയാണം 4 നീ പറയാൻ പോകുന്നുണ്ട്. ഈ 4 ത്രയാണാം വിശ്വാധീനം എന്ന് പറഞ്ഞാൽ വിശ്വൻ മുതലായവ, വിശ്വൻ, തൈജസ്സും, പ്രാജ്ഞൻ, ഇവയെ പൂർവപൂർവ പ്രവിലാപനേന. ആദ്യത്തേത് വിശ്വനെ തൈജസ്സൻ ലയിപ്പിച്ചു. തൈജസ്സിനെ, അതായത് ഈ വിശ്വൻ കുറെ സ്ഥൂല വിഷയങ്ങളെ അറിഞ്ഞു. അത് പൂർണ്ണമായിട്ടും ഈ ജാഗ്രത മാറിയിട്ടാണല്ലോ നമ്മൾ സ്വപ്നം കാണുന്നത്. ഇത് വാസ്തവമായിരുന്നു, ഇത് തന്നെയായിരുന്നെങ്കിൽ ഞാനുള്ളപ്പോഴൊക്കെ ഈ പ്രപഞ്ചവും കാണും, സ്ഥൂല പ്രപഞ്ചവും കാണും. അങ്ങനെ കാണുന്നില്ല. അങ്ങനെ ഓരോ പ്രക്രിയയുണ്ട്. ഈ പൂർവ്വപൂർവ്വ വിലാപനേന ആദ്യത്തെ വിശ്വനെ തൈജസ്സിനെ ലയിപ്പിക്കണം. തൈജസ്സിനെ വിലയിപ്പിച്ചിട്ട് പ്രാണന്റെ അതിനെ വിലാപനം ചെയ്ത് പിന്നെ പ്രാജ്ഞനിലെത്തണം. പ്രാജ്ഞൻ എന്ന് പറഞ്ഞാൽ ഈശ്വരൻ. ആ പ്രാജ്ഞനിൽ എന്താണ്? പ്രാജ്ഞനെയും അറിയുന്നുണ്ടല്ലോ. അപ്പൊ പ്രാജ്ഞനെയും അറിയുന്നുള്ളത് കൊണ്ട് അറിയപ്പെടുന്നതായി. അപ്പം അറിയപ്പെടുന്നതുകൊണ്ട് അത് സത്യമില്ല. ഇതിനെ 3നെയും ഇങ്ങനെ വെളിപ്പെടുത്തിയത് യാതൊരു അറിവാണ്, യാതൊരു ചൈതന്യമാണ്. ആ ചൈതന്യമാണ് ഞാൻ എന്ന്, അല്ലെ ബ്രഹ്മം എന്ന് മനസ്സിലാക്കുന്നത്. പൂർവപൂർവ പ്രവിലാപനേന തുരീയസ്യ പ്രതിപത്തി. 4ാമത്തെ പാദം, 3 പാദത്തെ വെച്ചുകൊണ്ടാണ് 4ാമത്തേത് പാദം എന്ന് പറയുന്നത്. അവിടെ പ്രതിപത്തി, അതിനെ അറിയാൻ സാധിക്കും. ഇത് കരണസാധന. പാദശബ്ദത്തിൻ്റെ അർത്ഥം അതാണ്. കരണസാധനം. എന്താണോ നമ്മൾ ചെയ്യുന്നത്, ചെയ്യുന്നത് എന്താണ്? വിലാപനം.
ആ വിലാപനത്തെ കാണിക്കുന്നതാണ് ഈ പാദശബ്ദം. തുരീയസ്യ പദ്യത ഇത് കർമ്മസാധന പാദശബ്ദം. എന്താ തുരീയസ്യ പദ്യത, തുര്യനെ പ്രാപിക്കും. നമ്മളിപ്പോൾ വെള്ളത്തോടുകൂടെ നടന്നു പോകും. നമുക്കിവിടെ സാധിക്കേണ്ടത്, അറിയേണ്ടത് തുര്യനെ പ്രാപിക്കാൻ എന്താണോ ചെയ്യുന്ന ആ കർമ്മങ്ങൾ, നമ്മൾ ചെയ്യുന്ന സാധനകളാണ് ഈ പാദശബ്ദം. ഇതിൽ പറഞ്ഞിരിക്കുന്ന സാധനകൾ യാതൊന്നാണ്, അതിനെയാണ് പാദശബ്ദം എന്ന് പറയുന്നത്. സർവം ഹേതദ് ബ്രഹ്മ അയമാത്മാ ബ്രഹ്മ സ്വയമാത്മാ ഭദ്രം പശ്യേ ക്ഷഭിരേതത്രാ സ്ഥിരൈരംഗേ ഓം സ്വസ്തി ന ഇന്ദ്രോ വൃദ്ധശ്രവാ സ്വസ്തി ന സ്വസ്തി ഓം ശാന്തി ശാന്തി ശാന്തി.